പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ട് ഉള്ള സന്തോഷ നിമിത്തം ആ വേദന പിന്നീടൊരിക്കലും അവൾ ഓർക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്നും എടുത്തു കളയുകയില്ല. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്, സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മൾ പീഡനങ്ങളിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. നമ്മൾ കരയുകയും വിലപിക്കുകയും ചെയ്യും ഈ ലോകത്തിലായിരിക്കുമ്പോൾ, പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ. എന്നാൽ യേശു നമ്മളെ സ്വർഗത്തിലോട്ട് കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് വരുമ്പോൾ ആ പീഡനങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ ഓർക്കുന്നില്ല. നമ്മൾ സന്തോഷിക്കുമെന്ന് തന്നെ യേശു പറയുന്നുണ്ട്. യേശുവിനെ നമ്മൾ വീണ്ടും കാണുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷഭരിതമാകുമെന്ന് തന്നെ പറയുന്നുണ്ട്. യേശുവിനെ വേണ്ടി ജീവിക്കാം, യേശുവിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കാം. അപ്പോൾ സ്വർഗം സന്തോഷിക്കും. നമ്മുടെ മാതൃക നിറഞ്ഞ ജീവിതം കണ്ടുകൊണ്ട് നിറയെ ആത്മാക്കളെ നമ്മൾക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.